പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ പദ്ധതികൾ നമുക്ക് മനസ്സിലാവണമെങ്കിൽ പരിശുദ്ധാത്മാവിലായിരിക്കണം. അതായത് നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്യാൻ പോകുന്ന പർപ്പസുകളെക്കുറിച്ച് നമുക്ക് ബോധ്യം വരണമെങ്കിൽ പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കണം. അത് ബുദ്ധിയിൽ ആശ്രയിച്ചാൽ നമുക്ക് മനസ്സിലാവില്ല. അതിന് നമുക്ക് ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ പറയാം. അതായത് പഴയ നിയമത്തിൽ മോശ പെട്ടകത്തിൽ അമ്മ ഒഴുക്കി വിട്ടു. ആ പെട്ടകത്തിൽ നിന്ന് കൊട്ടാരത്തിലേക്കാണ് മോശ പോയതും വളർന്നതും. ഇസ്രയേലിനെ മേയ്ക്കാനുള്ള മോശ വളർന്നത് കൊട്ടാരത്തിലാണ്, മിസ്രൈമിൻ്റെ കൊട്ടാരത്തിലാണ്. അപ്പോൾ ആ പെട്ടകത്തിൽ വളർന്ന മോശ നേരെ പോയത് ആടിനെ മേയ്ക്കാനാണ്. അപ്പോൾ ആട് മേയ്ക്കാനുള്ള ട്രെയിനിങ് കിട്ടിയത് കൊട്ടാരത്തിൽ നിന്നാണ്. അങ്ങനെ ആട് മേയ്ക്കാൻ പോയി. ആട് മേയ്ക്കുന്ന ഇടത്ത് നിന്നാണ് ട്രെയിനിങ് കിട്ടിയത്. ഇസ്രയേലിനെ മേയ്ക്കാനുള്ള ട്രെയിനിങ് കിട്ടിയത് ആട് മേയ്ച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്. ഇത് നമുക്ക് ദാവീദിൻ്റെ കാര്യത്തിലും മനസ്സിലാവും. ചേട്ടന്മാരൊക്കെ സൈന്യത്തിലുണ്ട്, അവർക്ക് ട്രെയിനിങ് കിട്ടി സൈന്യത്തിലാണ്. എന്നാൽ ദൈവം ദാവീദിനെ തിരഞ്ഞെടുത്തപ്പോൾ കാട്ടിൽ ആയിരുന്നു ദാവീദ്, ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ദാവീദ്. നേരെ പോസ്റ്റിംഗ് എടുത്തത് രാജാവിൻ്റെ പോസ്റ്റിങ്ങാണ്. അവിടെ പ്രത്യേകിച്ച് ഒരു ട്രെയിനിങ്ങും കൊടുക്കാതെയാണ്, രാജാവിൻ്റെയോ രാജ്യത്തിൻ്റെയോ ഒരു ട്രെയിനിങ്ങും കൊടുക്കാതെയാണ് ദൈവം യുദ്ധമുഖത്ത് കൊണ്ട് നിർത്തിയതും. ഹല്ലേലൂയ, സ്തോത്രം. യുദ്ധത്തിൽ ജയിച്ചതും, പിന്നെ ഹല്ലേലൂയ, സ്തോത്രം, രാജാവായത്. ഇതുപോലെ തന്നെയാണ് യോസേഫിനെയും. പൊട്ടക്കിണറ്റിലാണ് ഫസ്റ്റ്, അത് കഴിഞ്ഞിട്ട് അടിമ വീട്, അത് കഴിഞ്ഞിട്ട് പിന്നെയും കൊട്ടാരത്തിൽ നേരെ പിന്നെയും തടവറയിൽ നിന്നുകൊണ്ടാണ് രാജ്യത്തിൻ്റെ എല്ലാ കാര്യങ്ങളും പരിശീലിപ്പിച്ചത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു കാര്യം, നമ്മളായിരിക്കുന്ന ഏതൊരു സാഹചര്യവും വെച്ചുകൊണ്ട് നമ്മളെ മനസ്സിലാക്കാതെ, ആ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് നമ്മളെ പരിമിതപ്പെടുത്താതെ, പരിമിതിയില്ലാത്ത പരിശുദ്ധാത്മാവിൻ്റെ കയ്യിൽ, ദൈവത്തിൻ്റെ കയ്യിൽ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മളെ ദൈവം ശക്തമായിട്ട് ഉപയോഗിക്കും. ഒരു ഉദാഹരണം പറയാം. യേശു വെള്ളത്തിൽ നിന്ന് സ്നാനമേറ്റ് കഴിഞ്ഞ ശേഷം ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തിയെന്ന് വചനം കാണുന്നു. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ അവിടെ വെച്ച് അവന് വിശന്നപ്പോൾ പരീക്ഷകൻ അടുത്തു വന്നു. ഹല്ലേലൂയ, സ്തോത്രം. വചനം എവിടെയെന്ന് നമുക്ക് നോക്കാം. മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായം, ആ ഭാഗം തൊട്ട് വായിച്ചാൽ മനസ്സിലാകും. അതിൻ്റെ പരീക്ഷകൻ വന്ന് ചോദിച്ചത് വാക്യം ഇതാണ്. 4-ാം അധ്യായം അതിൻ്റെ 4. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനവും കൊണ്ടും ജീവിക്കുന്നു. അപ്പോൾ ദൈവം നമ്മളോട് സംസാരിക്കുന്നുണ്ട് എങ്കിൽ ദൈവം നമ്മളെ ജീവിപ്പിക്കുന്നു എന്നാണ് അർത്ഥം. ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം നമ്മളെ, സകല വചനവും നമ്മെ ജീവിപ്പിക്കുന്നതാണ്. അപ്പോൾ ദൈവം നമ്മളോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മളെ ജീവിപ്പിക്കുന്നു എന്നാണ്. അപ്പോൾ ദൈവശബ്ദത്തെ നിസ്സാരമായി കാണാം. ദൈവശബ്ദം നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ
നിങ്ങളെ ജീവിപ്പിക്കാൻ ദൈവം ഉദ്ദേശിക്കുന്നു. എങ്ങനെ? സകല വചനം കൊണ്ടും ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ദൈവം നമ്മളെ ജീവിപ്പിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. നമ്മളെ തികഞ്ഞവരാക്കുകയാണ് ചെയ്യുന്നത് ദൈവവചനം. ഇപ്പോൾ അപ്പോസ്തലന്മാർ യേശുവിനോട് കൂടെ നടന്നപ്പോൾ അവരെ തികഞ്ഞവരാക്കുകയായിരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വന്നതിൻ്റെ ഉദ്ദേശം തന്നെ സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലേക്കും വഴി നടത്തും എന്നാണ് ദൈവവചനം പറയുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ദൈവം നമ്മളെ വഴി നടത്തുകയാണ്. അപ്പം ബുദ്ധിക്കനുസരിച്ചല്ല, ദൈവത്തിൻ്റെ ആത്മാവിനനുസരിച്ച്, പരിശുദ്ധാത്മാവിനനുസരിച്ച് മുമ്പോട്ട് പോകുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, ദൈവം വഴികൾ തുറന്നു തരും. ആമേൻ. ഹല്ലേലൂയ, സ്തോത്രം.